സോറി മാം, ഞാനാണ് പ്രേയർ. ഞാൻ പാടാം. മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് ഓൾ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു. Good morning all. Quote of the day. Always bear in mind that your own resolution to succeed is more important than any other one thing. By Abraham Lincoln. Good morning ma'am. Signing പറയട്ടെ? Yes ma'am. Good morning miss and all. നമ്മളിൽ പല ആൾക്കാരും നമ്മുടെ കുറവുകളെ ഓർത്ത് സങ്കടപ്പെടുന്നവരാണ്. എനിക്ക് അവൻ്റെ അത്ര ഭംഗിയില്ല, എനിക്ക് അവൻ്റെ അത്ര പണമില്ല, ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ വിജയിച്ചേനെ എന്ന് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം കുറവുകളിൽ സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു കാക്ക നമ്മോട് പറഞ്ഞൊരു കഥയുണ്ട്. ഒരു ദിവസം ഒരു കാക്ക ആകാശത്തൂടെ വട്ടമിട്ട് പറക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു അരയന്നം വെള്ളത്തിലൂടെ നീന്തി കളിക്കുന്നത് ആ കാക്ക കാണാനിടയായത്. ആ അരയന്നത്തെ കണ്ട കാക്ക തന്നോട് തന്നെ പറയുകയാണ്, എത്ര മനോഹരമായ ജീവിയാണ്, ഒന്നുപോയി അഭിനന്ദിച്ചേക്കാം എന്നും പറഞ്ഞ് അരയന്നത്തിന്റെ അടുത്തേക്ക് കാക്ക പോവുകയാണ്. എന്നിട്ട് കാക്ക അരയന്നത്തോട് പറഞ്ഞു, നീ എത്ര മനോഹരമായ ജീവിയാ, നീ എന്തു ഭാഗ്യശാലിയാ, നീ എന്നെ ഒന്ന് നോക്ക്, എനിക്ക് നിന്റെ അത്ര ഭംഗിയില്ല എന്നും പറഞ്ഞ് കാക്ക സങ്കടപ്പെടുകയാണ്. അപ്പോൾ ആ അരയന്നം പറയുക, അതെ ശരി തന്നെ, ഞാൻ മനോഹരമായ ഒരു ജീവി തന്നെയാണ്. പക്ഷേ തത്തയെ കണ്ടപ്പോൾ ഈ ചിന്തകളെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. കാക്ക പിന്നീട് തത്തയെ കാണാനുള്ള യാത്രയിലായി. അങ്ങനെ ഒടുവിൽ കാക്കയ്ക്ക് തത്തയെ കാണാൻ ഒരു അവസരം ലഭിച്ചു. തത്തയെ കണ്ട കാക്ക പറയുകയാണ്, നീ എത്ര മനോഹരമായ ജീവിയാണ്, നീ എന്നെ ഒന്ന് നോക്ക്, ഞാൻ എത്ര ഭാഗ്യമില്ലാത്ത ജീവിയാണ്, എനിക്ക് നിന്റെ അത്ര ഭംഗിയില്ല. ഇതേ സമയം തത്ത പറയുക, അതെ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത് മയിലിനെ കാണുന്നത് വരെ. കാക്ക പിന്നീട് മയിലിനെ അന്വേഷിച്ചുള്ള യാത്രയിലായി. ഒടുവിൽ മയിലിനെ ഒരു പക്ഷി സങ്കേതത്തിൽ ഒരു കൂട്ടിൽ കിടക്കുന്നതായി കണ്ടു. മയിലിനെ കണ്ട കാക്കയ്ക്ക് തന്റെ സന്തോഷം അടക്കാനായില്ല. മയിലിനെ ഒന്ന് അഭിനന്ദിച്ചേക്കാം എന്നും പറഞ്ഞ് കാക്ക മയിലിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ജീവിയാണ് നീ, നീ എന്നെ ഒന്ന് നോക്ക്, നിന്നെ സംബന്ധിച്ച് ഞാൻ എത്ര ഭാഗ്യം കെട്ട ജീവിയാണ്. എന്നാൽ ഇതേ സമയം മയിൽ കാക്കയോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്, അതെ ശരിയാണ്, ഞാൻ ആ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജീവി, പക്ഷേ നീ എന്നെ ഒന്ന് നോക്ക്, എൻ്റെ ഈ ഭംഗി കാരണം ഞാൻ ഇവിടെ ഒരു കൂട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് സന്ദർശിക്കാനുള്ള ഒരു സന്ദർശക വസ്തു മാത്രമാണ് ഞാൻ. ശരിക്കും നീയല്ലേ യഥാർത്ഥ ഭാഗ്യവാൻ. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു കാക്കയായി ജനിച്ചിരുന്നെങ്കിൽ എന്ന്. നീ എത്ര ഭാഗ്യവാനാണ്, എനിക്ക് എവിടെ വേണേലും പറന്നു പോകാം, നിന്നെ ആരും കൂട്ടിൽ പിടിച്ചിട്ടില്ല. അതെ, പലപ്പോഴും നമ്മുടെ ലൈഫ് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുറവുകളെ പറ്റി സങ്കടപ്പെട്ടിരിക്കുന്നവരാണ്. എല്ലാവർക്കും എല്ലാം ഉണ്ടാവണമെന്നില്ല, പക്ഷേ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നാണ് ചിന്തിക്കേണ്ടത്. ബി മോട്ടീവ്, ബി ഇൻസ്പയർ. സൈൻ ബൈ ശാന്തി. ഓക്കെ, വെരി ഗുഡ്. നല്ല സൈനിങ് ആണ് കേട്ടോ. കാക്കയാണോ മയിലാണോ? കാക്ക.
അറിയാലോ പ്രാക്ടിക്കൽസിന്റെ ക്ലാസ് ആണെന്ന്. യെസ് മാം. കഴിഞ്ഞ ക്ലാസ്സിൽ അപർണ കുറച്ച് മെറ്റീരിയൽസ് കാണിച്ചു തന്നെ അപർണ മിസ്. കാണിച്ചു മാം. യെസ്. നെക്സ്റ്റ് മെറ്റീരിയൽസ് കാണുന്നുണ്ടോ? കാണാം. ഇത് കണ്ടിട്ടുണ്ടോ ഇതിന് മുന്നേ? ഇല്ല. കണ്ടിട്ടില്ല. ഇതിന്റെ പേരറിയാമോ? ഇല്ല. ദിസ് ഇസ് നോബിൾഡ് സിലിണ്ടേഴ്സ് കേട്ടോ. ഇതിന്റെ പേരാണ് എന്താ? നോബിൾഡ് സിലിണ്ടേഴ്സ്. എല്ലാവർക്കും വിസിബിൾ ആണല്ലോ അല്ലേ? യെസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദീസ് ആർ 4 types ഓഫ് നോബിൾഡ് സിലിണ്ടേഴ്സ്. ഇതിന് 4 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, height increases, width also increases. Then when height decreases, width increases. Then next എന്താണ്? Height remains same and width increases. Next, width remains same and height decreases. അതായത് നമ്മൾ ഈ ഒരു നോബിൾസ് സിലിണ്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ എന്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഫൈൻ മോട്ടോർ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിലിണ്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ ഓരോന്നും കാണുന്നുണ്ടോ നിങ്ങള്? യെസ് ഓർ നോ? കാണാം അല്ലെ? ഫസ്റ്റ് നോക്കാം. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് കുട്ടികൾ ഓരോന്നും നമ്മൾ എന്താണ് കുട്ടികളെ കൊണ്ട് ഇത് എടുപ്പിക്കും കേട്ടോ. ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കുട്ടികളത് എന്താണ് എടുക്കുന്നത് എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങള്? ഈ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് അല്ലെ, ഇങ്ങനെ ടച്ച് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? ഇതെല്ലാം പുറത്തേക്ക് വെക്കും. പുറത്ത് വെച്ചു. നിങ്ങളൊന്ന് നോക്കൂ, ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഇതിന്റെ വലിപ്പം എങ്ങനെ തോന്നുന്നത്? വേരിയേഷൻ ഉണ്ട്, ഹൈറ്റ് വേരിയേഷൻ. ഹൈറ്റ് വേരിയേഷൻ ഉണ്ട്. ഇവിടെ എങ്ങനെയാണ്? ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാണോ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാണോ? ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വിഡ്ത്തോ? വിഡ്ത്ത് കുറവും ഹൈറ്റ് കൂടുതലും. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്? വിഡ്ത്ത് ആണോ? ഇവിടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്താണോ വന്നിരിക്കുന്നത്? നോക്കൂ, ഉറപ്പാണോ? അല്ലേ? നോക്കി ഹൈറ്റ് ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഹൈറ്റ് ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, യെസ്. നമുക്ക് നോക്കാം. ഇങ്ങനെ വെക്കുന്നു. ഈ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് അവരെ കൊണ്ട് വെപ്പിക്കണം കേട്ടോ. ചിലപ്പോ അവര് മാറ്റിയൊക്കെ വെക്കും. മാറ്റി എങ്ങനെ വെച്ചാലും എന്താണ് ഇത് കണക്ട് ആവില്ല. ഉണ്ടോ? എന്ത് ചെയ്യും? നമ്മളൊന്നുകൂടി റീഅറേഞ്ച് ചെയ്യാൻ പറയും. അപ്പൊ കുട്ടികൾ മാറ്റും. യെസ്. ഇവിടെ എങ്ങനെയാ സംഭവിച്ചിരിക്കുന്നത്? ഈ പിക്ചറിലേക്ക് നോക്കിയേ. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഹൈറ്റും വെയിറ്റും എങ്ങനെ, വിഡ്ത്തും എങ്ങനെ വന്നിരിക്കുന്നത്? Width increase. അല്ലെ, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വിഡ്ത്ത് ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കൂ. ഈ മെറ്റീരിയൽസ് കാണുന്നില്ലേ? നോബിൾ സിലിണ്ടേഴ്സ് കാണുന്നില്ലേ നിങ്ങള്? കാണാൻ പറ്റും. യെസ്. ഇനി നോക്കിയേ, ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ ഹൈറ്റ് കുറവും വിഡ്ത്ത് വന്ന് കൂടുതലും. അപ്പൊ എങ്ങനെ പറയുന്നത് അതിനെ? Width decrease. വിഡ്ത്ത് ഹൈറ്റ് ഡിഗ്രീസ്, വിഡ്ത്ത് increase. ഉറപ്പാണോ? ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഡിക്രീസ് അല്ലേ? രണ്ടും ഡിക്രീസ് ആണ്. രണ്ടും ഡിക്രീസ് ആയി വരുമല്ലോ. When height decrease, width increase ആണോ? വിഡ്ത്ത് കൂടിയിട്ടുണ്ട് ഇവിടെ
അല്ലേ? ഹൈറ്റ് കുറഞ്ഞല്ലേ വരുന്നത്? ഹൈറ്റ് കുറഞ്ഞല്ലേ വരുന്നത്? നോക്കി, ഇവിടുന്ന് ഹൈറ്റ് കുറഞ്ഞല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഹൈറ്റ് ആണ് കുറയുന്നത്. പക്ഷെ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്? എന്താണ് വലുതാവുന്നത്? എന്താണ്? വിഡ്ത് ആണ്. യെസ്. നെക്സ്റ്റ് അത് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഇതിന്റെ പേരെന്താണ്? നോബിൾഡ് സിലിണ്ടേഴ്സ് കേട്ടോ. നോബിൾഡ് സിലിണ്ടർ ആണ്. ഓക്കെ, ഇനി ഇതൊന്ന് നോക്കിയേ. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വെക്കും. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക്. ഇപ്പൊ കാണാവോ? കാണും കാണും. പറയുന്നത് മനസ്സിലാവണില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, ഇനി പറയൂ, ഇവിടെ എന്താ വ്യത്യാസം? വിഡ്ത് ഡിക്രീസ് ആവുന്നു. ആണോ? Height same with decrease. രണ്ടും സെയിം. Height same ആണ്, width വ്യത്യാസമുണ്ട്. എന്തോ? ഹൈറ്റ് സെയിം, വിഡ്ത് Height same with ഡിക്രീസ്. ഹൈറ്റ് സെയിം ആണ്. ആണോ? ഡിക്രീസ് അല്ലേ? ആണല്ലോ. നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ. ഹൈറ്റ് സെയിം ആണ്. ഹൈറ്റ് സെയിം, ഹൈറ്റ് സെയിം ആണ്, വിഡ്ത്തിലാണ് ഡിഫറൻസ് ഉള്ളത്. ഹൈറ്റ് സെയിം, വിഡ്ത് ഡിക്രീസ് ചെയ്യുന്നു അല്ലേ? വിഡ്ത്തിലല്ലേ ഡിക്രീസ് ചെയ്യുന്നത്? ഓക്കെ, യെസ്. നെക്സ്റ്റ് നോക്കൂ, ഇവിടെ width സെയിം ആണ്, ഡിഫറൻസ് ഡിഫറെന്റ് ആണ്. ഹൈറ്റ് ഡിഫറെന്റ് ആണ്. ഹൈറ്റ് ഡിക്രീസ്. ഹൈറ്റ് ഡിഫറെന്റ് ആണ്, width സെയിം ആണ്. സെയിം ആണ്. അതിന് പലതാണ് പറയുന്നത്. കറക്റ്റ് ആയിട്ട് പറയൂ, കറക്റ്റ് ആയിട്ട് പറയൂ. നിങ്ങൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നതാണ്. ഹൈറ്റ് ഡിക്രീസ് ആവുന്നുണ്ട്, വിഡ്ത്ത് സെയിം. ഹൈറ്റ് ഡിക്രീസ് ആവുന്നുണ്ട്, വിഡ്ത് സെയിം. ആണോ? ശരിക്കും നോക്കിയേ. ഹൈറ്റ് ഇൻക്രീസ്, വിഡ്ത് സെയിം. വിഡ്ത് ഡിക്രീസ് ചെയ്യുന്നു. ഇൻക്രീസും ഡിക്രീസും മാറുകയാണ് മാം. വിഡ്ത്ത് സെയിം ആണ്, ഹൈറ്റ് ഇൻക്രീസ് ആവുന്നു. ആണോ രഞ്ജിത? കറക്റ്റ് ആണോ പറഞ്ഞത്? ഹൈറ്റ് ഡിക്രീസ് ആണല്ലേ? നിങ്ങൾക്ക് ശരിക്കും ഇത് കാണാൻ പറ്റുന്നില്ലേ കുട്ടികളെ? ഹൈറ്റ് കുറഞ്ഞു വരണോ? ഹൈറ്റ് ഡിക്രീസ് സെയിം ആണ്. width സെയിം ആണ്. ആണോ? അതെ. റൈറ്റ് സൈഡിന്ന് ലെഫ്റ്റിലേക്കാണോ നോക്കണ്ടത്? ലെഫ്റ്റിന്ന് റൈറ്റിലേക്കാണോ നോക്കണ്ടത്? അതാണ് മനസ്സിലാവേണ്ടത്. ലെഫ്റ്റ് ആണോ, ലെഫ്റ്റ് റൈറ്റ് ആണോ? എവിടെ നിന്നാണോ ആദ്യം വരുന്നത്? നിങ്ങൾ എവിടെ വെച്ച് നോക്കുന്നത്? ഹൈറ്റ് ഞങ്ങള് ചെറുതിലേക്കാണ് നോക്കുന്നത്. ഇതിന് ചെറുതിലേക്കാണ് നോക്കുന്നത്. പക്ഷെ തിരിച്ചു നോക്കി, തിരിച്ചു നോക്കുമ്പോ ഇൻക്രീസ് ആവുന്നുണ്ട്, ഹൈറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്, വിഡ്ത്ത് സെയിം ആണ്. കറക്റ്റ് അല്ലേ? യെസ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് എങ്ങനെയാ നോക്കണ്ടെന്നുള്ളത്. ഹൈറ്റ് ഇൻക്രീസ്, വിഡ്ത് സെയിം ആണ്. നോക്കൂ, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ വിഡ്ത് സെയിം അല്ലേ കുട്ടികളെ? ഹൈറ്റ് മാത്രം ഇവിടെ കൂടുന്നുള്ളൂ, വിഡ്ത് സെയിം ആണ്. അല്ല മാം, അത് പറയാൻ റീസൺ എന്താ അറിയോ? ഞങ്ങള് ചിലതൊക്കെ മാം വെക്കുമ്പം പറയുന്നത് ലെഫ്റ്റിന്ന് റൈറ്റിലേക്കും, ചിലത് പറയുന്നത് റൈറ്റിന്ന് ലെഫ്റ്റിലേക്കും ആണ്. അതുകൊണ്ടാ. അതെ, ഓക്കെ, കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടാ ഭയങ്കര കൺഫ്യൂഷൻ ആവില്ലേ? ഇതൊക്കെ കൂടെ ഒരുമിച്ച് തന്നാല് ഒരുമിച്ച് തരില്ല കേട്ടോ, ഒരുമിച്ച് തരില്ല. 4 കാറ്റഗറീസ് മാത്രമായിട്ട് നമ്മൾ എടുക്കുള്ളൂ. പക്ഷെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോ എങ്ങനെയാണ്? ഇതിങ്ങനെ മാറ്റി കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ കറക്റ്റ് ഓർഡറിലല്ല കൊടുക്കേണ്ടത്. ദെൻ അവര് കണ്ടെത്തണം അല്ലെ? അവരെ കണ്ടെത്തിയതിനു ശേഷം ആദ്യം നമ്മൾ കാണിച്ചു കൊടുക്കാമെങ്കിൽ ചില കുട്ടികൾ ആദ്യം ക്യാച്ച് ചെയ്തിട്ട് കാണിക്കും. അല്ലെങ്കിൽ എന്താണ്, ചില കുട്ടികൾ ഇതെങ്ങനെ വെച്ചാലോ ഇതിനകത്ത് വരുന്നത് ഏത് നോബൽ സിലിണ്ടർ ആണോ അത് മാത്രം ഇതിനകത്തേക്ക് പാകാവുള്ളൂ അല്ലെ? ഇത് മാത്രം ഇതിനകത്തേക്ക് കൂടും, ബാക്കിയുള്ളത് കിട്ടാൻ പിന്നെ കിട്ടോ? കണ്ടോ, ഇതിനുള്ളിലേക്ക് പോയില്ലേ? എടുക്കാൻ പറ്റുമേ? എന്ത് ചെയ്യും? എന്ത് ചെയ്യും എടുക്കാൻ? എടുത്തിട്ട് വീണ്ടും മാറ്റി വെക്കണം.
കൈയിട്ടെടുക്കാൻ വെച്ച്. കമഴ്ത്തി വെച്ച്. ഓക്കെ. ചില കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് കളയും കേട്ടോ. അപ്പൊ കൈയൊക്കെ നശിപ്പിച്ച് വെക്കരുത്. അപ്പൊ കറക്റ്റ് ആയിട്ടൊന്ന് ഓർഡർ ചെയ്യണം. നമ്മളുടെ തന്നെ തെറ്റിപ്പോകും ഇതൊക്കെ. പിന്നെയാണ് കുട്ടികളുടെ. ഓക്കെ. എന്താ ഇതിന്റെ പേരെന്താണ്? നോബിൾട്ട് സിലിണ്ടേഴ്സ് ആണ് അല്ലെ. ഇത് 4 ടൈപ്സ് ആണുള്ളത്. ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ കുട്ടികൾ ഉപയോഗിക്കുന്നത്? നോബിൾട്ട് സിലിണ്ടേഴ്സ് ഫൈൻ മോട്ടോർ ാണ് കുട്ടികളെ ഉപയോഗിക്കുന്നത്. ഓക്കെ. ക്ലിയർ ആണല്ലോ. ഇതൊക്കെ ഇനി നേരിട്ട് വരുമ്പോ കാണാം കേട്ടോ. ഓക്കെ. ഓക്കെ മാം. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചോദിക്കുക. ഒന്നുകൂടി പറയാം. ഇല്ലല്ലോ? ഇനി എന്താണ്? വെയിറ്റ് ചെയ്യണേ. എല്ലാവരും ക്ലാസ്സിലുണ്ടെന്ന്? നെക്സ്റ്റ് നമ്മള് ടച്ച് കാർഡ്സ് ആണ് നോക്കുന്നത്. ടച്ച് കാർഡ്സ് കാണാമോ? ഇല്ല മാം. ഇപ്പൊ കാണുന്നു. കാണാലോ. കാണുന്നുണ്ട്. കാണാം. ഇതാണ് ടച്ച് കാർഡ്സ് എന്ന് പറയുന്നത്. ഇത് ഏത് ഏരിയയിലായിരിക്കും ടച്ച് കാർഡ്സ് ഒക്കെ വരുന്നത്? സെൻസോറിയൽ ഏരിയാസിലാണ് ടച്ച് കാർഡ്സ് വരുന്നത് കേട്ടോ. നമുക്ക് എത്ര സെറ്റ്സ് ഓഫ് കാർഡ്സ് ഉണ്ടാവും? എത്ര സെറ്റ് ഉണ്ടാവും? 10 സെറ്റ്സ് ഓഫ് കാർഡ്സ് ഉണ്ടാവും നമുക്ക് അല്ലെ. 10 സെറ്റ് ഓഫ് കാർഡ് ഉണ്ടാകും. ഈ കാർഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ എന്താണ് ടച്ച് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ. ടച്ച് ചെയ്തതിനു ശേഷമാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് ഓരോ മെറ്റീരിയലും ഓരോ കാർഡ്സും എന്താണ് ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ്. ഇത് നിങ്ങൾ നോക്കൂ. കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക്? കാണാമോ? കാണാം. ഇതൊന്ന് തൊട്ട് നോക്കാൻ പറ്റുമോ? ഒന്ന് ജസ്റ്റ് തൊട്ട് നോക്കുന്നത് പോലെ ഒന്ന് തൊട്ട് നോക്കിയേ മനസ്സുകൊണ്ട്. സ്മൂത്താണ്. തൊട്ട്. അപ്പൊ എന്താണ് ഇതിൽ തോന്നുന്നത്? ഇത് കുറച്ച് റഫാണ്. ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പോകുന്നുണ്ടോ? കണ്ടോ? റഫാണ്. അപ്പൊ കുട്ടികളെ കൊണ്ട് നമ്മൾ ഇത് എങ്ങനെയാണ് നോക്കിക്കുന്നത്? കണ്ണടച്ചുകൊണ്ടാണ് കേട്ടോ. കണ്ണടച്ചതിന് ശേഷം കുട്ടികളോട് എന്ത് പറയുന്നത്? ടച്ച് ചെയ്ത് നോക്കാൻ പറയുന്നത്. എന്ത് കഴിക്കും? എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? അപ്പൊ കുഞ്ഞുങ്ങൾ എന്ത് പറയും? അവർക്ക് ഫീൽ ചെയ്യുന്നത് ഏത് തരം ഫീലിംഗ് ആണോ എന്ന് കുട്ടികൾ പറയും. അതായത് ഭയങ്കര കുട്ടികൾ എന്ത് പറയുന്നത്? ചിലപ്പോൾ റഫാണെന്ന് പറയും. അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ അവരെങ്ങനെയാണോ അവർക്ക് തോന്നുന്നത് അതുപോലെ അവർ കുട്ടികൾ പറയും. ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? 2 സൈഡ്സ് വന്നതാണ്. കണ്ടോ? ഇത് ടീച്ചർ തൊടുമ്പോ നോക്കണേ. നോക്കൂ ശരിക്കും നോക്ക. ഉണ്ടോ? ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇത് സോഫ്റ്റ് ആണോ? അല്ല സോഫ്റ്റ് അല്ല. അതിലേക്ക് ലൈറ്റ് കുറച്ച് അധികം ഇതാവുന്നുണ്ട്. കാണുന്നുണ്ടോണോ? ഇപ്പോഴോ? ഇപ്പൊ കുഴപ്പമില്ല. ഇത് കുറച്ച് എന്താണ്? കുറച്ച് ഒരു സ്റ്റിക്കി ആണ്. എന്നുവെച്ചാൽ കുറച്ച് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ കൈകളിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്താണ് പോകുന്നത്. പെട്ടെന്ന് നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ. അതാണ് ഈ കാർഡിന്റെ പ്രത്യേകത. ഇനി ഇതൊന്ന് നോക്കൂ. ഇത് വളരെ സോഫ്റ്റ് ആണ്. കുട്ടികൾ എന്ത് പറയും? തൊട്ട് നോക്കിയിട്ട് ആ ടീച്ചർ ഇത് നല്ല സുഖമുണ്ട് തൊടാന്ന് പറയും. നല്ല രസമുണ്ടെന്ന് പറയും തൊടാനായിട്ട്. ഓക്കെ. കണ്ണടച്ചുകൊണ്ടാണ്ട് അവർ ഇതൊക്കെ ടച്ച് ചെയ്ത് അറിയുന്നത്, ഐഡന്റിഫൈ ചെയ്ത് അറിയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈ ഒരു കാർഡ് കണ്ടോ? ഈ കാർഡ് കാണാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെ നോക്കിയേ. ഭയങ്കര ഹാർഡാണ്. പക്ഷെ അവര് തൊടുമ്പോ സൂക്ഷിച്ച് തൊടിയിപ്പിക്കണം കേട്ടോ. അവര് കുഞ്ഞുങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കൈയല്ല. ചിലപ്പോ ഒന്ന് മുറിയാനൊക്കെ ചെറിയ സാധ്യതയുണ്ട്. കാരണം ഇവിടെ നമ്മളൊരു പരുപരുത്ത പ്രതലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ കുറച്ച് മണലുണ്ട്. കുറച്ച് സാൻഡൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കവർ ചെയ്തിരിക്കുന്നത്. കണ്ടോ? കാണാൻ പറ്റില്ലടാ. ഇത്ര ആവുള്ളൂ. കാണുന്നുണ്ടോ?
വെട്ടം അടിക്കുമ്പോൾ ഓക്കെ. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർഡ്സുകളാണ് നമുക്കുള്ളത്. ഓരോന്നും ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ പല റഫ്നെസ്, പല മോഡലില്. ഇനി ഇതിന്റെ പേരെന്താ മാം? ടച്ച് കാർഡ്സ്. നോക്കൂ, ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ട്? നമ്മളെ വീട്ടിലുള്ള അടുക്കളയിലെ ടൈല് അല്ലെങ്കിൽ വീട്ടിലുള്ള ടൈല് പോലെ ഉൾപ്പെടുന്നുണ്ടോ? യെസ്, ഇതാണ് ഏറ്റവും സോഫ്റ്റ്നെസ് ആണ്. ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള, കുട്ടികൾ പറയുന്നത് മാർബിൾ ആണ്, ടൈലാണെന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആണ് ഇത്. ഇതൊക്കെ എങ്ങനെയാണ് കുട്ടികൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഏത് സെൻസ് ഓർഗൻ ഉപയോഗിച്ചുകൊണ്ടാണ്? ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് എന്ത് പറയുന്നത്? ടച്ച് ചെയ്ത് അവർ ഫീൽ ചെയ്തിട്ടാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെ? അതിനെയാണ് നമ്മൾ ടച്ച് കാർഡ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, 10 സെറ്റ്സ് ഓഫ് കാർഡ്സുകൾ ഉണ്ട്. പിന്നെ ഇത് നമ്മള് ഇതിന്റെ അതേ ഷേപ്സ് തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ട് ഇപ്പുറത്ത് നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറയും. സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പൊ കുട്ടി ടച്ച് ചെയ്ത് നോക്കുമ്പോ എന്താണ്? ഇത് പരുപരുത്തതാണ്. ഇപ്പുറത്തുനിന്ന് സെലക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇതിൽ നിന്ന് അടുത്തത്. ഇതിനെല്ലാം ഓരോ പേയേഴ്സ് ഉണ്ട് കണ്ടോ? ഇതിനെല്ലാത്തിനും ഓരോ പേയേഴ്സ് ഉണ്ട്. നമ്മൾ ഒരു കാർഡ് കൊടുത്ത് നെക്സ്റ്റ് ഇതിൽ നിന്നാണ് ഒരു കാർഡ് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? സോറി, ഇതിൽ നിന്ന് തന്നെ മറ്റൊരു കാർഡ് കൊടുത്തു എന്ന് വിചാരിക്കാം. മറ്റൊരു കാർഡ് കൊടുത്തു, കണ്ടോ? രണ്ടും 2 കാർഡല്ലേ? കുട്ടി കണ്ണടച്ചിരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം കൊടുത്ത കാർഡ് ഏതാണ്? ഈ കാർഡാണ്, റഫ്നെസ് ഉള്ള കാർഡാണ്. നെക്സ്റ്റ് ഇതിന്റെ സെയിം ടീച്ചർ ഒരെണ്ണം തരാന്ന് പറഞ്ഞ് കുട്ടിക്ക് കൊടുക്കും. കുട്ടി കണ്ണടച്ചിരിക്കുകയാണ് അല്ലെ? കുട്ടി തൊട്ട് നോക്കിയിട്ട് എന്ത് പറയും? ഇതാണോ? അല്ല. ഇതാണോ ടീച്ചർ ആദ്യം കാണിച്ച കാർഡ്? അല്ല. അല്ല. അപ്പൊ അതിന്റെ യെസ്, ഇത് ഡിഫറെന്റ് ആണ്, അതിന്റെ പേരല്ല എന്ന് പറയും അല്ലെ? യെസ്. അതിനുശേഷം കറക്റ്റ് ആയിട്ടുള്ള ടീച്ചർ കൊടുക്കും. ഞാൻ കുഞ്ഞെന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് അത് ടച്ച് ചെയ്ത് നോക്കും അല്ലെ? കറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്? അതിന്റെ പേരാണ്, സെയിം ആണത് അല്ലെ? ഇത് തന്നെ ഇതേ റഫ്നെസ് ഉള്ള കാർഡാണെന്ന് കുഞ്ഞ് തിരിച്ചറിയാണ്, ഫീൽ ചെയ്തറിയുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു റഫുള്ള, ഈ റഫ്നെസ് ഉള്ള ഒരെണ്ണം കൊടുക്കും. റഫ്നെസ് ഉള്ള കൊടുത്തിട്ട് പിന്നെ ഒരെണ്ണം, യെസ്, രണ്ടും 2 കാർഡാണ് കേട്ടോ കുട്ടികളെ. നോക്കൂ, ഇതാദ്യം കൊടുക്കും. ഇതാദ്യം കൊടുത്തിട്ട് എന്താണ്? ഇതിന് ഇതിന്റെ പേര് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ വേറെ ഒരെണ്ണം കൊടുക്കും കുട്ടിക്ക്. കുട്ടി എന്ത് ചെയ്യും? കുട്ടി ടച്ച് ചെയ്ത് നോക്കും അല്ലെ? ടച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്? കറക്റ്റ് അല്ലെങ്കിൽ കുഞ്ഞ് പറയും അല്ലെ? കറക്റ്റ് അല്ല, ഇത് വേറെ കാർഡാണെന്ന് കുട്ടി പറയും. അല്ല, നമ്മൾ കറക്റ്റ് ആയിട്ടാണ് കൊടുക്കണമെങ്കിൽ എന്താണ്? അത് അതിന്റെ പേരാണെന്ന് പറയും അല്ലെ? അതിന്റെ പേരാണെന്ന് പറയും. ഓക്കെ, അപ്പൊ ഓരോ കാർഡ്സ് എണ്ണം വീതം വെച്ചിട്ടുണ്ട്. 2 എണ്ണം വീതം വെച്ചുള്ള 2 സെറ്റ്സുകളാണ് അല്ലെ? ഓക്കെ, അപ്പൊ അതാണ് ടച്ച് കാർഡ്സ് എന്ന് പറയുന്നത്. സെൻസോറിയൽ ഏരിയയിൽ കുട്ടികളെ ഫീൽ ചെയ്ത് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ടച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന മെറ്റീരിയൽ ആണിത്. ഓക്കെ, വളരെ രസകരമായിട്ട് നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ബോക്സ് കണ്ടോ? 2 സെറ്റ്സിനും 2 സൈഡ്സുകളുണ്ട്. ആ 2 സൈഡ്സിലാണ് നമ്മളിത് കവർ ചെയ്ത് വെക്കുന്നത്. അങ്ങനെയൊന്നും വെക്കരുത് കേട്ടോ, ഓർഡർ ആയിട്ട് വെക്കണേ. അങ്ങനെ വെക്കാൻ ഇത് ഇരിക്കില്ല. ഉണ്ടോ? ആരാണോ ഫുഡൊക്കെ പൈസ കൊടുത്ത് പണി കഴിപ്പിച്ചത്? പിങ്ക് ടവർ ആരാണ്? ഞങ്ങള് പൈസ കൊടുത്താ മാം ചെയ്തത്. ആശാരിനെ കൊണ്ട് ചെയ്യിച്ച. നിങ്ങളോട് ഏത് ടവർ മാത്രം ഉണ്ടാക്കാനാണ് പറഞ്ഞത്? പിങ്ക് ടവർ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ? ഉള്ളു. ഫ്രെയിം കണ്ടോ? കംപ്ലീറ്റ്. ഇതിന് കണ്ടെയ്ൻ ചെയ്യുന്ന മെറ്റീരിയൽ ആണിത്. കണ്ടെയ്ൻ ചെയ്യുന്ന ബോക്സ് ആണിത്. നെക്സ്റ്റ് ഇനിയുണ്ട് കുറച്ച് സിലിണ്ടേഴ്സ്. കുറെ സിലിണ്ടറുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? സിലിണ്ടറുകൾ കൊണ്ട് ഇത്രയും ഉപകാരങ്ങൾ ഉണ്ടോ അല്ലെ? ഇനി നോബൽ സിലിണ്ടേഴ്സ് ഇപ്പൊ നമ്മൾ പഠിച്ചത് ഏതാണ്? ഡിഫറെന്റ് ടൈപ്സിലുള്ള 4 കാറ്റഗറി മാത്രമാണ് നമ്മൾ പഠിച്ചത് അല്ലെ? നെക്സ്റ്റ് നോക്കൂ, കണ്ടോ? കളർ സിലിണ്ടേഴ്സ് ഉണ്ട്, കളർ നോബൽ സിലിണ്ടേഴ്സ് ഉണ്ട്. കളർ നോബൽ സിലിണ്ടേഴ്സ് ഇത് ഏത് കളറാണ്? വിച്ച് കളർ?
Green. Green. Green color. Yes. Blue. Okay. ഈ രണ്ട് കളർ കൂടി നമുക്കുണ്ട്. യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യാം. ഇതിന്റെ പേരെന്താ മാം? ഒന്നുകൂടി പറയൂ. നോബിൾ സിലിണ്ടർ. നോബിൾ സിലിണ്ടേഴ്സ്. KNOBLESS. നോബിൾ സിലിണ്ടേഴ്സ്. അല്ല, അപ്പൊ നേരത്തെ പറഞ്ഞത് അതന്നല്ലേ? തന്നെ നോബിൾ സിലിണ്ടേഴ്സ് ആണ്. അത് 4 ടൈപ്സിലുള്ള സിലിണ്ടേഴ്സ് ആണ്. അത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞത്? Fine motor. Yes. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. രണ്ടും ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ വ്യത്യസ്ത തരത്തിലാണെന്ന് മാത്രം. ഇവിടെ നമ്മളത് മറ്റേത് എങ്ങനെയാണ് പഠിച്ചത്? ഒരേ കളേഴ്സ് ആണ് അല്ലെ? ഇതെല്ലാം ഒരേ കളേഴ്സിൽ മാത്രമാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ എങ്ങനെയാണ്? 4 കളറുകൾ കുട്ടികൾ പഠിക്കുകയാണ് അല്ലെ? 4 കളേഴ്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാണ്. നോക്കൂ, ഉണ്ടോ? ഇത് ബ്ലൂ നോബിൾ സിലിണ്ടേഴ്സ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ബ്ലൂ നോബിൾ സിലിണ്ടേഴ്സ് നോക്കാം. കാണുന്നുണ്ടോ നിങ്ങള്? ഓക്കെ. യെസ്. എന്താ ഇവിടെ പ്രത്യേകത? Height decrease. ഹൈറ്റ് ഇൻക്രീസസ് വിത്ത് സ്ട്രെയിൻ ആണോ? ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വിത്ത് എന്ത് വരുന്നു? ശരിക്കും നോക്കൂ, വിത്ത് റിമെയിൻ സെയിം ആണ് അല്ലെ? വിത്ത് സെയിം ആണ്. ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത് എന്താണ്? ഹൈറ്റ് ആണ്. വിത്ത് സെയിം ആണ്, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കണ്ടോ? വിത്ത് സെയിം ഹൈറ്റ് നീളം വർദ്ധിച്ചു വരുന്നതുണ്ടോ? കണ്ടോ? ഓക്കെ, യെസ്. അപ്പൊ ഇത് ബ്ലൂ നോബിൾ സിലിണ്ടേഴ്സ് ആണ്. ബ്ലൂ നോബിൾ സിലിണ്ടേഴ്സിന്റെ കളർ ഏതാണ്? ഏത് കളറാണ് നമ്മളിവിടെ പഠിക്കുന്നത്? അപ്പോ Blue. Blue. അല്ലേ? യെസ്. ഓക്കെ, ഇത് നമ്മൾ അവർക്ക് ഇങ്ങനെ മിസ്മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെ തന്നെ അവരെക്കൊണ്ട് തന്നെ അറേഞ്ച് ചെയ്യിപ്പിക്കാം. ഓക്കെ, യെസ്. അതിനുശേഷം ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഇതിവിടെ വെച്ചിട്ട് നമ്മൾ വേറെ ക്ലാസ്സിലോട്ട് പോകണം അല്ലേ? ആണോ? അല്ല, അത് സെറ്റാക്കി ബോക്സിൽ വെക്കുക. കറക്റ്റ് ആയിട്ട് വെക്കാം. അങ്ങനെ നിങ്ങൾ വെക്കുക, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് തന്നെ വെപ്പിക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ മാത്രം മതിയോ? അല്ല, ഇത് ക്ലോസ് ചെയ്യണം അല്ലെ? ഇതിന്റെ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ക്ലോസ് ചെയ്യണം. ഇതാണ് ബ്ലൂ നോബിൾ സിലിണ്ടർ. ഓക്കെ, ക്ലിയർ? ഒന്ന് പറഞ്ഞേ ക്ലിയർ ആണെങ്കിൽ. നെക്സ്റ്റ് ഗ്രീൻ അല്ലെ? ഗ്രീൻ സിലിണ്ടേഴ്സ്. നമ്മളിത് ഗ്രീനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മാറ്റ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ ഇതൊക്കെ? പിടിക്കാനും നല്ല രസമാണ്. ഏറ്റവും രസമാണ് നമ്മുടെ ബ്രൗൺ സ്റ്റിയർ കാണാൻ. ഇത് മിസ്സിംഗ് ആണ്. കാണുന്നുണ്ടോ എല്ലാരും? ഓക്കെ, ഇതിന്റെ പ്രത്യേകത നോക്കും. Height decreases, width decreases. ഹൈറ്റ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസസ്. കറക്റ്റ് ആണോ? എന്താ ഇതിനാണ് ഉയരം കൂടുന്നത്? എവിടെയാണ് വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക്? ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് കണ്ടിട്ട് കൂടുതലാണ് അല്ലെ? അപ്പോ when height increase with decrease, height increase ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്? വിട്ട് കൂടി ഇതെങ്ങനെ അറേഞ്ച് ചെയ്യും നമ്മള്? എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞേ. നിങ്ങൾ പറയും, ഞാൻ ചെയ്യാം. ഏതാണ് ആദ്യം വെക്കേണ്ടത്? റൗണ്ട് വലുത്. പറഞ്ഞത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറഞ്ഞത് അല്ലെ? ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ആദ്യം വെക്കേണ്ടത് ഏതാണ്?
ശരിയാണോ നോക്കി? നമ്മൾ എങ്ങനെയാ ഇതിന്റെ പ്രിൻസിപ്പിൾ പഠിച്ചത് എങ്ങനെയാണ് നോക്കൂ. When height increase width decrease ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇത് എങ്ങനെ വരണം? തിരിച്ചിട്ട് വരണം. തിരിച്ചു വരണം. അതെന്താ പറയാഞ്ഞേ? ഞാൻ വെക്കുമ്പോ വിചാരിച്ചു നിങ്ങൾ പറയുന്നുണ്ട്. ആ കൈയിട്ട് എടുക്കാൻ പറ്റില്ല ടീച്ചർ, ഓൺലൈൻ ആയിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തന്നാണ് അല്ലേ? കറക്റ്റ് അല്ല മാം, അത് തെറ്റിയിട്ടുണ്ട്. ഇനി നോക്കിയേ, ലാസ്റ്റ് വെച്ചത് തെറ്റി. നിങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ തെറ്റിക്കും. ഓക്കെ, ഇപ്പൊ കാണാമോ? നോക്കൂ, ശരിയാണോ? ഇവിടെ എങ്ങനെയാണ് ഇത് ഒഴിവായി പോയതാ മാം. ഒന്ന് കീബോർഡിന്റെ അടുത്ത് അല്ല, അതവിടെ വെച്ചതാണ്. ഇത് ഇവിടെ വരോ, ഇവിടെ വരോ, ഇവിടെ വരോ, ഇവിടെ വരും. ലാസ്റ്റ് ഇവിടെ ഇവിടെ ഇവിടെ. ഓക്കെ, എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ? എങ്ങനെയാണ്? വെൻ ഹൈറ്റ് ഇൻക്രീസ് വിഡ്ത്ത് ഡിക്രീസ് അല്ലേ? ആണോ? അതെ. കൂടുന്നതിനനുസരിച്ച് വിഡ്ത്ത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എന്തുണ്ടായിരുന്നു? വിഡ്ത്ത് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് എന്താണ്? വിഡ്ത്ത് കുറഞ്ഞു വന്ന് ഹൈറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ മാം, കഴിഞ്ഞ സമയമില്ലേ ലെഫ്റ്റ് എന്നല്ലേ നോക്കിയേ? ഇങ്ങനെ തന്നെ നോക്കിയേ. ഞാൻ ഇപ്പുറത്ത് വെച്ചപ്പോ പറഞ്ഞു നിങ്ങൾ ഇപ്പുറത്ത് വെക്കുക, ഇപ്പുറത്ത് വെച്ചപ്പോ പറഞ്ഞു അപ്പുറത്ത് വെക്കുക. നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചേ. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നത് അതാണ് കാര്യം. മനസ്സിലായോ? ഞാൻ ഇവിടെ നിന്ന് കാണിക്കുമ്പോ നിങ്ങൾക്ക് ഇപ്പുറത്തുനിന്ന് തന്നെ തോന്നുള്ളൂ കേട്ടോ. ക്യാമറയിലല്ലേ കാണുന്നത്? ഇതിന്റെ ഒരെണ്ണം ലെഫ്റ്റിൽ നിന്നല്ലേ നമ്മൾ നോക്കുന്നത്? ലെഫ്റ്റിൽ നിന്ന് നോക്കുന്നതിനനുസരിച്ചിട്ടാണ് വ്യത്യാസം വന്നത്. ഓക്കെ, പക്ഷെ നിനക്ക് മാത്രം മനസ്സിലായുള്ളൂ. അല്ല, അന്നേരം നമുക്കിപ്പോ റൈറ്റിൽ നിന്നാണ് മിസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, തിരിഞ്ഞു പോകുന്നത്. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ ഇതിൽ ഒരു മിസ്സിംഗ് ഉണ്ട്. ഒരു മെറ്റീരിയൽ കാണിക്കുന്നതിന്റെ ഇടയിൽ ഏതൊരു കുട്ടി ഇത് കുത്തുണ്ട് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാനില്ല സാധനം, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു ഇതില്. ഓക്കെ, അപ്പൊ ഈ നോബിൾ സിലിണ്ടേഴ്സില് എടുക്കുക, വെക്കുക. നെക്സ്റ്റ് കളർ ഏതാണ് നമ്മൾ പറഞ്ഞത്? നെക്സ്റ്റ് കളർ യെല്ലോ. എന്താ? റെഡ്. രണ്ടും കാണിക്കണം. ഒന്നും കാണുന്നില്ല മാം. രണ്ടും മുന്നേ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. ഓക്കെ, എന്താ? അത് റെഡ് എടുക്കാം. എന്ത് ഭംഗിയാ നോക്കി. സൂപ്പർ. ഭയങ്കര വലുതാണ്. വലുതാണ്, നല്ല ഭംഗിയാണ്. ലിപ്സ്റ്റിക് ഓടിയിരിക്കുന്നത് അല്ലേ? ഇതാ രസം കാണാൻ. മിസ് അങ്ങനെ പറയണ്ട. ഓല് പ്രാക്ടിക്കലിന് വരുമ്പോ ക്യൂബ് കാണാണ്ടായി പോവും. ഓക്കെ, യെസ് നോക്കിയേ. എന്ത് കളറാണിത്? റെഡ് കളർ. റെഡ് കളറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹൈറ്റ് റിമൈൻ സെയിം വിത്ത് ഇൻക്രീസ്. ഹൈറ്റ് റിമൈൻ സെയിം വിത്ത് ഇൻക്രീസ് എന്ന് പറയുമ്പോ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞേ. എങ്ങനെയാണ് കുട്ടികളെ? ആദ്യം ഹൈറ്റ്. കാണാമോ? യെസ്, കാണാമോ? ഇത് പറഞ്ഞ ഇരിക്കില്ല കേട്ടോ, അതങ്ങനെ മറഞ്ഞു പോവും. ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, റെഡിന്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നത്? പറ. ഹൈറ്റ് സെയിം ആണ്. പക്ഷേ എന്താണ് എന്ത് ചെയ്യുന്നുണ്ട്? വിഡ്ത്ത് ഡിക്രീസ് ചെയ്യും. ഡിക്രീസ്
ഡിക്രീസ്, വിട്ട് കുറഞ്ഞു വരും അല്ലെ, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്, മനസ്സിലായല്ലോ. യെസ് മാം. ഇനി നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്യും, കോമ്പിനേഷൻസ് കൊടുക്കും. നോക്കി കണ്ടോ, കണ്ടോ, കുട്ടികളെ കൊണ്ട് ഇങ്ങനെ നമ്മളിതിനെ കോമ്പിനേഷൻ ചെയ്യും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. യെസ്, യെസ്. അവര് 2 കളർ പഠിക്കും അല്ലെ, 2 കളേഴ്സ് അവിടെ പഠിക്കും, 2 കോമ്പിനേഷൻ കോൺട്രാസ്റ്റഡ് കളർ പഠിക്കും. ഏതൊക്കെയാണ്? റെഡ് റെഡ് യെല്ലോ. മറ്റേ നമ്മുടെ ബ്ലൂവും ഗ്രീനും ഒക്കെ അങ്ങനെ കോമ്പിനേഷൻ കൊടുത്തിട്ട് പഠിപ്പിക്കുക കേട്ടോ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് യെല്ലോ. യെല്ലോ നോബിൾ സിലിണ്ടേഴ്സ്, യെല്ലോ നോബിൾ സിലിണ്ടേഴ്സ്. ഇതിലും ഒരെണ്ണം മിസ്സിംഗ് ആണ്. എല്ലെണ്ണത്തിന്റെ ഓരോന്നെടുത്തോണ്ട് പോയതാ. മിസ്സിംഗ് ആണ്. ഓരോ പ്രാക്ടിക്കൽ സെഷൻ കഴിയുന്നതനുസരിച്ച് ഞങ്ങൾ ഓരോ മെറ്റീരിയൽ ആരൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട്. കാണുമ്പോ ഒരു രസമല്ലേ ഇതൊക്കെ അല്ലെ? മോഡൽ നോക്കിയിട്ട് ഉണ്ടാക്കാനായിരിക്കും മിസ്. ഇനി മോഡൽ ഉണ്ടാക്കണ്ട. ഓക്കെ, യെല്ലോന്റെ പ്രത്യേകത നോക്കൂ. യെല്ലോന്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്? when height increase, width also increase. Height increase, width also increase. അതൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ. യെസ്. പക്ഷെ റെഡിന്റെ അത്ര വരൂല മാം. പക്ഷെ എനിക്ക് റെഡിനെക്കാട്ടി ഇഷ്ടമായി. ഇതിന്റെ പ്രത്യേകത എന്താണ്? ലാസ്റ്റത്തേക്ക് വന്നപ്പോ യെല്ലോന്റെ കളർ കുറഞ്ഞു. ഇതാണോ കണ്ടുപിടിച്ചത്? ഹൈറ്റ് ഇൻക്രീസ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കളർ പോയതാ തോന്നില്ലേ മാം? ഹൈറ്റ് ഇൻക്രീസ്, width also increase. Width also increase. ഇതിന്റെ കളർ പോയതാണോ? വരുന്ന കുട്ടികളൊക്കെ ഇത് ചിലപ്പോ നന്നായിട്ട് പിടിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച് വേർപ്പൊക്കെ തൊട്ടൊക്കെ പോയതാ. മാം അത് ഉണ്ടാക്കിയതാ? അതിനെ ഒക്കെ വാങ്ങിച്ചതാണോ? ഇതൊക്കെ ഫ്ലിപ്കാർട്ടിൽ വാങ്ങാൻ കിട്ടും. മാം ഒന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല റേറ്റും ഉണ്ട്. മാം ഇത് ഓരോന്ന് 10 ഇതാണോ? അതെ, ഞാൻ പറയണേ, നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസിന് എല്ലാത്തിനും നല്ല റേറ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പ്രൈസ് അല്ല. 5000 സംതിങ് ഒക്കെ ഉണ്ട് ഓരോ സാധനത്തിനും. 5000 അത്രയൊന്നും വേണ്ട. ചില സാധനത്തിന് 5000 സംതിങ് ഉണ്ട്. സ്പോഞ്ച് വാങ്ങിയിട്ട് നമ്മൾ കട്ട് ചെയ്താ പോലെ. നിങ്ങളിത് ഫുഡണിൽ ചെയ്യുന്ന കാര്യം നല്ല അടിയുള്ളതാ. ഫുഡണിൽ ചെയ്യുന്ന കാര്യം നമ്മളിത് നിങ്ങൾ വുഡണിൽ ചെയ്യുന്ന കാര്യം വിട്ടു. നമുക്കിത് ചാർട്ട് പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കാർഡ്ബോർഡ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. റൗണ്ട് ഷേപ്സിലാക്കിയാൽ മതി. പേപ്പേഴ്സ് ഉപയോഗിച്ചൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾക്ക് അവൈലബിൾ ആവുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതിന് വേണ്ടി ഒരു പൈസ എന്നാലും കളയണ്ട. നിങ്ങളോട് ഇതൊന്നും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. പിങ്ക് ടവർ ഉണ്ട്. പിങ്ക് ടവർ മാത്രം. പിങ്ക് ടവർ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാമായിരുന്നു. നിങ്ങൾ അതിനൊക്കെ പൈസ കൊടുത്ത് ഉണ്ടാക്കി വെച്ചു. ഓക്കെ, അപ്പൊ കുട്ടികള് ഇതിൽ കൊണ്ട് ഏത് കളറാണ് പഠിക്കുന്നത്? ഇതുകൊണ്ട് ഏത് കളർ പഠിക്കുന്നു? യെല്ലോ കളർ പഠിക്കുന്നു. 4 കളർ കുട്ടികള് ഐഡന്റിഫൈ ചെയ്യും അല്ലെ? ഫസ്റ്റ് വൺ 4 കളേഴ്സ് പഠിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഇതിന്റെ ഷേപ്പ്, സൈസ്, വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കുഞ്ഞുങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ, പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അവർക്കിത് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം എന്താണ് മോണ്ടിസോറി അല്ലെ? നല്ല കളർഫുൾ ആണ്. കളർഫുൾ ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ മെറ്റീരിയൽസ് നോക്കി? 2 സെറ്റ്സ് ഓഫ് നോബിൾ സിലിണ്ടേഴ്സ് നോക്കി അല്ലെ? ഒന്ന്
ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി 2 സെറ്റ്സ് ഓഫ് ആണ്. 2 സെറ്റിൽ എത്ര വീതം വരുന്നുണ്ട്? 4 സെറ്റ് വരുന്നുണ്ട് അല്ലെ? 4 ടൈപ്സ് വരുന്നുണ്ട്. 4 ടൈപ്സില് ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ് റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ. ബ്ലൂ യെല്ലോ 4 കളേഴ്സ് പഠിച്ചു. പിന്നെ ഒരെണ്ണം പഠിച്ചത് എന്താണ്? ടച്ച് കാർഡ്സ് അല്ലെ? ടച്ച് കാർഡ്സ് ഏത് ഏരിയയിൽ വരുന്നതാണ് ടച്ച് കാർഡ്സ്? സെൻസോറിയൽ ഏരിയ സെൻസോറിയൽ ഏരിയ സെൻസോറിയൽ എന്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് നോബൽ സിലിണ്ടേഴ്സ് ഉപയോഗിക്കുന്നത്? ടച്ച് ചെയ്തിട്ടുണ്ട്. ഫൈൻ മോട്ടോർ സ്കിൽസ് മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ഫ്രെയിംസ് കണ്ടിരുന്നു? ഇവിടുത്തെ ഫ്രെയിംസ് ഇല്ല. കേട്ടോ. ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചാണ് കേട്ടോ. ആരാടോ? എന്താണ്? ഒന്നുമില്ല മിസ്സേ, അത് സൗണ്ട് കേട്ടപ്പോ അത് ആരതാ ചോദിച്ചതായിരുന്നു. കാണാമോ? Yes, കാണാം. കാണാമോ? What is this? എന്താണ്? സിപ്പ് ഫ്രെയിം ആണിത്. ഫ്രെയിം ഇല്ല, സിപ്പ് മാത്രം അല്ലെ? ഫ്രെയിം കൊടുത്തിട്ടില്ല. ഓക്കെ, നമ്മളിത് കുട്ടികളെ കൊണ്ട് എങ്ങനെയാണ് ഇത് കയ്യിലാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ വാളിലാണോ സെറ്റ് ചെയ്യുന്നത്? കയ്യില് കൊടുക്കുക അല്ലെ? കയ്യിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അവരുടെ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ വെക്കുന്നതിനും റൈറ്റ് ഹാൻഡ് ഇവിടെ പിടിക്കാൻ പറയണം അല്ലെ? ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ വെക്കണം. പെട്ടെന്ന് ഇങ്ങനെ വലിച്ചാലോ സിബ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ? എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ സപ്പോർട്ട് ചെയ്തതിന് കൊടുത്തതിന് ശേഷം ഇതിന്റെ ഈ നോബിൾ ഉണ്ട് അല്ലെ? ഈ ഒരു ഉണ്ടോ? ഈ നോബിൾ ഉണ്ടോ? അത് ടച്ച് ചെയ്യാൻ പറയണം. 2 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട്. അവർക്ക് സിമ്പിൾ ആയിരിക്കും അറിയാവുന്നവരാണെങ്കിൽ ഇത് പതിയെ കളിക്കാം. ഓക്കെ, ഇത് ഓപ്പൺ ആയി അല്ലെ? ഓപ്പൺ ആയി. ഇനി ക്ലോസ് ചെയ്യാനും പഠിപ്പിക്കണ്ടേ? അവിടെ അപ്പൊ നമ്മൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡിൽ ടോപ്പിൽ കൊടുത്ത കൈകള് അല്ലെങ്കിൽ ഹാൻഡ്സ് എന്ത് ചെയ്യണം? താഴേക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് പതിയെ ഓക്കെ. ദിസ് ഈസ് എന്താണ്? സിപ്പ് ഫ്രെയിം. ഇതെന്താണ്? ലേസ് ആണ് അല്ലെ? ലേസ് ആണ്, ലേസ് ഫ്രെയിം ആണിത്. ഓക്കെ, ഇത് എനിക്ക് വലിയ വശമല്ല, കാരണം എനിക്ക് കെട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ഈ നല്ല ഭംഗിയായിട്ട് കിട്ടുന്നവരെ കണ്ടിട്ടില്ലേ? പൂ പോലെയൊക്കെ കെട്ടി വെക്കും. അങ്ങനെയൊന്നും എനിക്ക് കെട്ടാറില്ല. ഞാൻ അറിയാവുന്ന കാണിച്ചു തരുള്ളൂ കേട്ടോ. നിങ്ങളെ പക്ഷെ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ 2 ഈ ലൈസ് നമ്മളെ കുട്ടികളുടെ കയ്യിലേക്ക് ഇടുക. 4 ഫിംഗേഴ്സിന് ഇടയിലാക്കി വെച്ചതിന് ശേഷം ഇതെന്താണ്? ട്വിസ്റ്റ് ചെയ്യണം അല്ലെ? ട്വിസ്റ്റ്. ഇത് ക്ലോസ് ചെയ്യുക. പതിയെ ടൈറ്റ് ചെയ്യിക്കുക കേട്ടോ. പതിയെ ടൈറ്റ് ചെയ്യുക. ഈ ഹോള് വ്യക്തമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഈ ഒരു ഹോൾ ഉണ്ട്. ആ ഹോൾ അങ്ങനെ കെട്ടാൻ പറ്റൂലല്ലോ. പറയുന്നത് കേക്കൂ. കംപ്ലീറ്റ് അയക്കാം. ഉണ്ടോ? ട്വിസ്റ്റ് ചെയ്യാം, ടൈറ്റ് ചെയ്യാം അല്ലെ? പിന്നെ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മള് പിന്നെ ഒരു റൗണ്ട് വരേണ്ടതുണ്ട് അല്ലെ? പിന്നെ ഒരു റൗണ്ട് വരേണ്ടതുണ്ട്. അതേ കണ്ടോ? അപ്പൊ അത് പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികളുടെ കൈ ഫിംഗേഴ്സ് ശരിക്കും അതുപോലെ വളയണമെന്നില്ല അല്ലെ? ഇങ്ങനെ എടുത്തതിന് ശേഷം എന്താണ്? എന്ത് ചെയ്യണം? ഇവ തമ്മിൽ ട്വിസ്റ്റ് ചെയ്യാം കേട്ടോ. ട്വിസ്റ്റ് ചെയ്തതിനു ശേഷം ആദ്യം നമ്മൾ ട്വിസ്റ്റ് ചെയ്ത ലേസ് ആണ് അകത്തേക്ക് പോകേണ്ടത്. അകത്തേക്ക് വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഇത് രണ്ടും ഒരേപോലെ 2 സൈഡിൽ ടൈറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേറെ രീതിയിൽ കെട്ടിക്കൊടുക്കാൻ അറിയാവുന്നവരാണെങ്കിൽ
ഭംഗിയായിട്ട് കെട്ടാം. ചിലർ പൂ പോലെയൊക്കെ കെട്ടി വെക്കും അല്ലെ. അങ്ങനെ കെട്ടുന്നവരാണെങ്കിൽ അങ്ങനെ കെട്ടാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കുട്ടികൾ അത് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. എളുപ്പമാണ് ഭയങ്കര. Then അതേപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് വ്യത്യാസമുണ്ട് അല്ലെ. അയക്കുന്ന സമയത്ത് നമ്മൾ ഈ വലുത് ചെറുത് പിടിച്ച് വലിച്ചാൽ എന്താവും, ഇത് പിന്നെയും കെട്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഏതാണ് വലിച്ചൂരേണ്ടതെന്ന് കൃത്യമായിട്ട് ഒരിടത്ത് പറഞ്ഞു കൊടുക്കണം. ഏതാണ് വലിച്ച് ആദ്യം ഊരേണ്ടത്, വലുതാണോ ചെറുതാണോ? വലുത്. വലുത്. കണ്ടോ തന്നെ അഴിയത്. ദിസ് ഈസ് എന്താണ് പ്ലേസ്. നെക്സ്റ്റ് ഇതെന്താണ്? Velcro frame. വെൽക്രോ ഫ്രെയിം ആണ്. അതറിയാലോ. ഇതും എങ്ങനെയാണ്, നമ്മുടെ രണ്ട് കൈകളെ കൂടി സപ്പോർട്ട് ചെയ്തിട്ട് വേണം അത് ഓപ്പൺ ചെയ്യാൻ. പെട്ടെന്ന് വലിച്ചാൽ എന്ത് പറ്റും, ചിലപ്പോ ആ വെൽക്രോ അവിടെ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിടിച്ചതിന് ശേഷം പതിയെ 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 കേട്ടോ. ഇത് ഓപ്പൺ എന്താണ്, അത് ക്ലോസ് ചെയ്യാനും പഠിപ്പിക്കണം നമ്മൾ അല്ലെ. എങ്ങനെ ക്ലോസ് ചെയ്യേണ്ടത്, കറക്റ്റ് ആയിട്ട് വെക്കുക, പൊസിഷനിങ് ചെയ്യുക. ക്ലോസ് ചെയ്യാൻ എളുപ്പമാണ് അല്ലെ. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അത് പ്രസ്ഡ് ആയി. നെക്സ്റ്റ് എന്താണ്, ബട്ടൺ ഫ്രെയിം ആണ് അല്ലെ. ബട്ടൺ ഫ്രെയിം ഇതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് കുട്ടികൾക്ക് ബട്ടൺസ് ഇടാനായിട്ട്. കേൾക്കുന്നില്ലേ നിങ്ങള്? ഉണ്ട് Yes, മാം, ma'am. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് മാം. ഇതിന് നമ്മൾ രണ്ട് കൈകൾ ആവശ്യമാണ് അല്ലെ. രണ്ട് കൈകൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമായിരിക്കും അത്. ഓരോ ബട്ടൺസിന്റെ ഹോൾസ് അനുസരിച്ചിട്ടായിരിക്കുള്ളൂ. ഒരുപാട് ടൈറ്റ് ആയ ഹോൾസ് ആണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. പക്ഷെ കുറച്ച് ലൂസ്ഡ് ആണെങ്കിൽ എന്താണ്, പെട്ടെന്ന് തന്നെ പോരും. ഇവിടെ പിടിക്കുക. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ ഇതിന്റെ മുകളിൽ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ബട്ടൺസ് പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് പോരും. മുകളിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ കുറച്ചും ബുദ്ധിമുട്ടുണ്ട്. മുകളിൽ പിടിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് അനുയോജ്യമായിട്ട് പെട്ടെന്ന് കഴിക്കാൻ സാധിക്കുന്നത് അതേപോലെ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിന് ക്ലോസ് ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ക്ലോസ് ചെയ്യുമ്പോൾ ബട്ടൺസിൽ പിടിക്കാൻ പറയണം. കറക്റ്റായിട്ട് ബട്ടൺസിൽ പിടിച്ചതിന് ശേഷം ഹോൾസിനകത്തേക്ക് ബട്ടൺസ് കയറ്റി വിടുക. ഓക്കെ, ഇനി ഇത് നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ വാൾസിലാണ് ഈ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, വാളില്ലേ നമ്മുടെ ക്ലാസ് റൂമിലെ വാൾസിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ വാൾസിൽ ഓരോ കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ച് നമ്മൾ അവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പൊ ചിലപ്പോൾ ഒരു അരമാർക്കോ അങ്ങനെ ഉണ്ടാവും. അവിടെ കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാവും. അതിന് വേണ്ടിയാണ് നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, കുട്ടികളുടെ ഏകദേശം അവരുടെ ഹൈറ്റിനനുസരിച്ച് നമ്മളത് കണക്ട് ചെയ്തിരിക്കും. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും, അവരവിടെ നേരെ എഴുന്നേറ്റ് നിന്നതിന് ശേഷമാണ് ഇത് ഓരോന്ന് അഴിക്കുന്നതും കൃത്യമായിട്ട് അടച്ചു വെക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താണ്, ബെൽറ്റ് ഫ്രെയിം. ഇതും എങ്ങനെയാണ്, ഇത് നമ്മൾ അവിടെ വാളില് കണക്ട് ചെയ്തതിന് ശേഷം കുട്ടികളെ കൊണ്ട് അഴിക്കുന്നത് എളുപ്പമാണ് അല്ലെ. പക്ഷെ എന്നാലും ഡിഫിക്കൽട്ടീസ് ഇതിലുണ്ട്. ഇത് ഡിഫിക്കൽറ്റിയാ ഉള്ളത്. നമ്മള് ഇതേപോലെ തന്നെ സപ്പോർട്ട് കൊടുക്കുക. ഈ രണ്ട് ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രസ് ചെയ്യിപ്പിക്കുക അല്ലെ. ഒരുപാട് നേരം അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോരില്ല. ഒറ്റ പ്രസ് അല്ലെ. ഒറ്റ പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഇത് അവർക്ക് കൃത്യമായിട്ട് ഇതിനകത്തേക്ക് കയറ്റാനായിട്ട് പ്രയാസമായിരിക്കും അല്ലെ. കുഞ്ഞുങ്ങള് പെട്ടെന്ന് നമ്മൾ കാണിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ പോയി വരാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, കറക്റ്റ് ആയിട്ട് അതിന്റെ ഹോളിലേക്ക് മാത്രം പതിയെ പതിയെ കയറ്റി കൊടുത്തുകൊണ്ട്. ഓക്കെ, ആ ഒരു സൗണ്ട് കേൾക്കുമെന്ന് പറയണം അല്ലെ. ആ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് അത് ക്ലോസ്ഡ് ആയി അല്ലെ. ഓക്കെ, നെക്സ്റ്റും അതുപോലെ തന്നെ ഈ കൈ പിടിക്കുക, ഇവിടെ പ്രസ് ചെയ്യുക അല്ലെ, ഇവിടെ പിടിക്കുക, ഇതന്നെ ഇത് പ്രസ് ചെയ്യുക, പതിയെ ക്ലോസ് ചെയ്യാം. പിടിക്കുക, പ്രസ് ചെയ്യുക, എന്ത് ഫ്രെയിമാണിത്, ബെൽറ്റ് ഫ്രെയിം. ഓക്കെ, പോയോ എല്ലാവരും?
ഇല്ല ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. എല്ലാരും ഇവിടെ ഉണ്ട്. മെറ്റീരിയൽസ് തുടർന്നുള്ള ക്ലാസ്സുകൾ നൽകി എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് 16-ാം തീയതി അല്ലെ? യെസ് മാം. 16-ാം തീയതി. നിങ്ങൾ എല്ലാവരും വരാനില്ലെങ്കിലല്ലേ എല്ലാവരും? ഞാൻ വരുന്നില്ല മിസ്. ഞാൻ വരൂല മാം. അല്ല മാം വരാൻ കഴിയില്ല. വരാൻ എനിക്കും വരാൻ പറ്റില്ല. കഴിയില്ല. ഞാനും വരൂല മാം. ഓക്കെ, യെസ്. അപ്പൊ എത്തിച്ചേരാൻ പറ്റുന്നവരെ ചേരാം കേട്ടോ. പറ്റാത്തവർക്ക് എന്താ മാം? പറ്റാത്തവരുടെ കാര്യം സെഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയിക്കും കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ വരില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇഷ്യൂസിനോട്. പിന്നെ പറഞ്ഞു. നമ്മുടെ കോൺവെർഷന്റെ സമയത്ത് പറഞ്ഞിരുന്നു. അപ്പൊ മാം പറഞ്ഞു തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞത് കോൺവെക്കേഷന്റെ സമയത്ത് പിന്നെ സൈൻ ചെയ്ത് വാങ്ങിയാൽ മതി. കോൺവൊക്കേഷൻ സമയത്ത് ഓക്കെ, പക്ഷെ എല്ലാവരും മിക്കവാറും വന്നത് അങ്ങനെയാണ് റെക്കോർഡ്സ് ഒക്കെ സൈൻ ചെയ്യാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് ലൈവ് സെഷൻ മിസ്സാവും, അതാണ്. നേരിട്ട് റിയലിസ്റ്റിക് ആയിട്ട് മെറ്റീരിയൽസ് കാണണ്ട, അത് മാത്രം ഒരു മിസ്സിങ് ഉണ്ടാവുള്ളൂ. പിന്നെ ടീച്ചർ കുറെയൊക്കെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരും. ഞങ്ങൾ പറയുന്നതിൽ ഏറ്റവും ടീച്ചർ പറഞ്ഞു തരും. വൈവേനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ എല്ലാവരും റെക്കോർഡ്സ് കംപ്ലീറ്റ് ആക്കിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിങ്ങളോട്. കംപ്ലീറ്റ് ആയില്ല. കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. കിട്ടുന്ന സമയമൊക്കെ അതിന് വേണ്ടി. ഇനിയിപ്പോ ഏകദേശം നമ്മുടെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന സമയം മാക്സിമം നിങ്ങൾ അതിന് ഉപയോഗിക്കുക. വീട്ടുകാരോടൊന്ന് സപ്പോർട്ട് ചെയ്യുന്നവരാണ് എവിടെയൊന്നും പറയാം. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അത് ചെയ്യും. നമ്മൾ എന്തായാലും ചെയ്തേ മതിയാവും അല്ലെ? കോഴ്സിന് നമ്മൾ ഏറ്റവും എൻഡിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റഡ് ആവാറായി. അപ്പൊ മാക്സിമം ആരുടെയും പെൻഡിങ് വരരുത് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഫയൽ ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് കാണിക്കാൻ വരുമ്പോ ടീച്ചർ 5-ാമത്തെ കംപ്ലീറ്റ് അല്ല 3-ാമത്തെ കംപ്ലീറ്റ് അല്ല എന്ന് പറയണത് നോക്ക്. നിങ്ങൾ മാക്സിമം നോക്കുക, എനിക്ക് പറയാനുള്ളൂ. പിന്നെ വൈവയ്ക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു റൂമിൽ അറേഞ്ച് ചെയ്യുക. വൈവയുടെ സ്ലോട്ട് കിട്ടും. നമുക്ക് ഏത് ടീച്ചറാണ് ചെയ്യുന്നത്, ഏത് സമയത്താണെന്നുള്ളതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സ്ലോട്ട് വരും. ആ സ്ലോട്ടിന്റെ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ഏത് ടൈമാണോ നിങ്ങൾക്ക് തരുന്നത്, ഒരാൾ 10 to 10:15, 10:20 ആ ഒരു ടൈം പീരീഡ് ആയിരിക്കുള്ളൂ ഒരാൾക്ക് വരുന്നത്. നെക്സ്റ്റ് അങ്ങനെ ഒരു ദിവസം നമുക്കൊരു 10 പേരെ അല്ലെങ്കിൽ 15 പേരെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വൈവ സമയം എടുക്കരുത്. പിന്നെ എന്താ പറയാ, ആ സമയത്ത് കയറുന്ന സമയത്ത് ചിലപ്പോൾ ആക്ഷൻ സോങ്സ് ചോദിപ്പിക്കും. ചിലപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്തു. റെക്കോർഡ്സിൽ എഴുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, റെക്കോർഡ്സ് ഒന്ന് കാണിക്കാൻ പറയും, മെറ്റീരിയൽസ് കാണിക്കാൻ പറയും. അപ്പൊ ഇതെല്ലാം ഒരു റൂമിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യണമെങ്കിൽ എന്താണ് എളുപ്പമാണ് അല്ലെ? അതായത് നിങ്ങളുടെ ബെഡിലോ ഡൈനിങ് ടേബിളിലോ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അത് എടുക്കാൻ പോകണം ഇത് എടുക്കാൻ പോകണ്ടേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് സമയം കുറവാണ് അല്ലെ? ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു മാതിരി എല്ലാം ഒരേ കോർണറിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അറേഞ്ച് ചെയ്യണതിന് മുമ്പ് എന്ത് ചെയ്യണം, ഇതെല്ലാം കംപ്ലീറ്റഡ് ആയിരിക്കണം അല്ലെ? മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഫ്രെയിം നിർബന്ധാണോ മാം? ഞാൻ ഒരു ഫ്രെയിമേ ചെയ്തുള്ളൂ, ബാക്കിയൊന്നും ചെയ്തില്ല. എനിക്ക് സാധനം എനിക്ക് ബെൽറ്റ് ഫ്രെയിം കിട്ടിയില്ല, ബാക്കിയൊക്കെ ചെയ്തിട്ട്. ബെൽറ്റ് ഫ്രെയിം കടയിൽ കിട്ടുമല്ലോ, കിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കും. ഓൺലൈനിൽ കിട്ടും. ഫ്ലിപ്കാർട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ കേട്ടോ. പിന്നെ നമ്മുടെ ചാർട്ടുകളൊക്കെ തയ്യാറാക്കാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ചാർട്ടുകള് ചാർട്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടാക്കിയിട്ടുണ്ട് മാം. അതൊക്കെ നമുക്ക് കാണുന്ന രീതിയിൽ. അതേപോലെ നമ്മൾ ഒരു സർവേ തന്നിട്ടുണ്ടായിരുന്നോ? സർവേ കാര്യങ്ങൾ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് അറിയാലോ, ചെയ്തപ്പോ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്നെയാണ് വൈകിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ തിയറി പാർട്സിൽ നിന്നൊക്കെ എന്തെങ്കിലും ചോദിക്കും കേട്ടോ. അത് വേണ്ട മാം. ഇത് വേണം ടീച്ചറെ. നിങ്ങളത് ഉത്തരം പറയാൻ നിങ്ങൾ അതിന് വില്ലിങ് ആയിരിക്കണം. ഇത്രയും നാള് നമ്മുടെ ഇരുന്ന് പഠിപ്പിച്ച് തന്നിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് പറയുന്നത് ശരിയാണോ? ശരിയല്ല, പക്ഷെ ആ നെർവസിൽ എന്തെങ്കിലും മറന്നിട്ട് മൈൻഡിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ശരിയല്ല, ചോദിച്ചാലും വേണ്ട കിട്ടണ്ട. കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, നിങ്ങൾക്ക് ഇപ്പൊ അറിയില്ലെങ്കിൽ അറിയാവുന്ന രീതിയിൽ ഹിൻസ് ഒക്കെ തന്നെ നിങ്ങളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. ഇത്രയും പഠിച്ച ഭാഗങ്ങൾ ക്ലാസ് കണ്ടവരാരും മറന്നുപോകില്ല. ക്ലാസ് കണ്ടവർക്ക് എന്തായാലും അവർക്ക് ഓർമ്മയുണ്ടാവും. ഇരുന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും.
അതിന് നിങ്ങൾ വൈവ് അറ്റൻഡ് ചെയ്യണത് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടല്ലേ പിള്ളേര്. അപ്പൊ നിങ്ങൾ ഒരുവിധം കാര്യങ്ങൾ പഠിച്ചിട്ടല്ലേ വൈവ് കയറണ അല്ലേ? എന്നാലും ഒരു പേടിയാ മിസ്സേ. ഞാൻ ചോദിക്കുന്നത് എന്തായാലും ചോദിക്കുന്നത് അതെന്താണെന്നറിയോ മാം, നമ്മള് എക്സാമിന് 1 വേർഡ് ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ മനസ്സിലാവും, ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. പക്ഷെ ഓപ്ഷൻ തരുമല്ലോ, ഓപ്ഷൻ തരുമല്ലോ. അപ്പൊ ഇത് പെട്ടെന്ന് ആലോചിക്കുമ്പോ കിട്ടൂല മാം, ആകെ എല്ലാം കൂടി ടെൻഷൻ ആവുമ്പോ. മാം ഞങ്ങള് മുത്തല്ലേ? ചാർട്ട് ചെയ്തിട്ടുണ്ടോ? ചാർട്ട് ചെയ്തിട്ടുണ്ടോ? കാണിച്ചു. അതെ, ഓക്കെ. എന്തായിരുന്നു ഒരു ആക്ഷൻ സോങ് പാടാൻ പറ്റും? പാടാം. പാടി കഴിഞ്ഞു. ഇത് കഴിഞ്ഞു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ റെക്കോർഡ് കാണിച്ചു തരാൻ പറയാം. ഏതെങ്കിലും ഒരു റെക്കോർഡ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറയാം. ഇഷ്ടപ്പെട്ട എന്തുകൊണ്ടാണ് മോണ്ടിസോറി ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കാം. അപ്പൊ പിന്നെ നിങ്ങൾ ഡിഫറൻസ് മെക്കാനിക്സ് പഠിച്ചില്ല, ഏറ്റവും 12 മെക്കാനിക്സിൽ ഏതെങ്കിലും ഒരു മെക്കാനിസം പറയാൻ പോയിച്ചാൽ ഏതെങ്കിലും പറയാനും നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഏതെങ്കിലും ഒരു ഡിഫറൻസ് മെക്കാനിക്സ് അറിഞ്ഞൂടെ? എത്രണ്ണം പഠിച്ചിട്ടുണ്ട്? 12 പഠിച്ചിട്ടുണ്ട്. ഒരെണ്ണമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങള് മോശമാണ് കേട്ടോ. ഒരെണ്ണമെങ്കിലും പറയണം. ഒരെണ്ണം മീൻസ് അതിന്റെ പേര് പറഞ്ഞാൽ മതി, എന്താണെന്നൊന്നും പറയണ്ട. പറഞ്ഞിപ്പോന്ന് 12 മെക്കാനിക്സിൽ ഏതെങ്കിലും ഒരു മെക്കാനിസം ഒന്ന് പറഞ്ഞു. സബ്ലിമേഷൻ ഉണ്ട്. അറിയാം. ഇങ്ങനെ ചോദിക്കുള്ളൂ, ഇങ്ങനെ ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കില്ല. ഇതൊക്കെ നിങ്ങൾക്ക് പറയാവുന്ന നിങ്ങൾ പിള്ളേരെ നിങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ആയി കഴിഞ്ഞു. കുറച്ചും കൂടി ഉള്ളൂ ഇനി. ഇനിയിപ്പോ ഇതിനെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പേടിയൊന്നുമില്ല മാം, ചെറിയൊരു ഭയം. എന്ത് ചോദിച്ചാലും ഉത്തരം പറയാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ളത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, പഠിക്കാൻ ഞാനപ്പോ നിങ്ങളാണ്. അതാണ് അതിന്റെ അർത്ഥം. പഠിക്കുകയൊക്കെ ചെയ്യും മാം. മുന്നിൽ വരുമ്പോ ആകെ ഇതുപോലെ പേടിയല്ല, ഒരു വിറയല് വരും. പിന്നെ സൗണ്ട് പുറത്തേക്ക് വരൂല, അതാ പ്രശ്നം. അത് ശരിയാ. ആക്ഷൻ സോങ് ആക്ഷനിൽ കാണിക്കാൻ പറയുള്ളൂ. സൗണ്ട് പുറത്ത് വരും. അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പ്രാക്ടിക്കലിന് വരുമ്പോ നമ്മളെല്ലാരും നന്നായിട്ട് ചെയ്യും. പ്രാക്ടിക്കലിന് വരുമ്പോ വൈവയ്ക്ക് ആരെങ്കിലും വൈവൈ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപർണ. അപ്പൊ അങ്ങനെ അപ്പൊ ആക്ഷൻ സോങ് ആക്ഷൻ സ്റ്റോറി ഒക്കെ വന്നിട്ട് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും കുഴപ്പമുണ്ടോ? അതോ ഇംഗ്ലീഷിൽ തന്നെ വേണം? അങ്ങനെയുണ്ടോ? ആക്ഷൻ സോങ് പഠിച്ചു. ഇല്ല, ഇംഗ്ലീഷ് ആക്ഷൻ സോങ് കുഴപ്പമില്ല, ആക്ഷൻ സ്റ്റോറിയാണ് പ്രശ്നം. ഇംഗ്ലീഷിൽ തന്നെ വേണോ? എന്താ ആര് പറയുന്നു ആക്ഷൻ സ്റ്റോറി വേണോ? സ്റ്റോറി പറഞ്ഞാലും മതി. ഇംഗ്ലീഷിൽ തന്നെ വേണം മാം. നല്ല അടിപൊളിയായിട്ട്. എടാ നമ്മൾ ഇംഗ്ലീഷിലാ പഠിപ്പിക്കാൻ പോകുന്നത്, അപ്പൊ പിന്നെ ഇംഗ്ലീഷിൽ തന്നെ പറയണ്ടേ? ഇംഗ്ലീഷിലുള്ള ആക്ഷൻ സോങ് ഒന്ന് പഠിച്ചു വെക്കുക. അത്ര ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, താങ്ക് യു. ഓക്കെ, Have a nice day. Thank you. പ്രാക്ടിക്കലിനെ കുറിച്ച് ടീച്ചർ ക്ലാസ്സിൽ പേടിപ്പിക്കുന്ന തരത്തിൽ മെസ്സേജുകൾ പറഞ്ഞു. എന്തെങ്കിലും മെസ്സേജ് വന്നാല് കാര്യമായിട്ട് പറഞ്ഞേണം. ഞാൻ വെറുതെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ഇംഗ്ലീഷ് തിയറിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാവുന്നതേ ഞാൻ ചോദിക്കുകയുള്ളൂ. ഞാൻ ചോദിക്കുന്നതായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. Okay, ma'am. താങ്ക് യു. താങ്ക് യു മാം.